What's up, Chelsea fans, football fans? Welcome to Chelsea channel. Welcome, Girish bro. Namaskaram. Let's talk Chelsea. Let's talk Chelsea. ഞാനിപ്പോൾ വെറുതെ നമ്മുടെ ഡൽഹിയിൽ ഒരു ഹോട്ടൽ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കുറ്റിയടിച്ചിരിക്കുന്നതുകൊണ്ട് ശരിയൊരു സ്ട്രീം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സ്ട്രീം ചെയ്യുന്നത്. സോ ഒരുപാട് whoever comes, നിർമ്മൽ നാരായൺ, ഹായ് സജീം, ഹായ് നിർമ്മൽ, ഹായ് ഡാർവിൻ, ഹായ് അഭിനവ്, ഹായ് SRK, ഹായ് Anand Das, എല്ലാവർക്കും ഹായ്. ഐ തിങ്ക് ദ ഹോട്ടസ്റ്റ് ടോപ്പിക് ഗിരീഷ്, ദി മോസ്റ്റ് ഹോട്ട് ടോപ്പിക്, എനിക്ക് തോന്നുന്നു നമ്മളൊരു 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. പണ്ടങ്ങ് പിടിക്കാൻ വെള്ളമില്ലേ ഈ റൂമിൽ? 3 തവണയെങ്കിലും വെള്ളമുണ്ട്. 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്താണ് നാഗൽസ്മാനെ കുറിച്ച്. അപ്പോൾ ഹായ് സജീം, ഹായ് അൽദോസ്, ഹായ് ലിജോ, ഹായ് സണ്ണി, ഹായ് ഫർഗസൺ, ഹായ് നവനീത്. ഇപ്പോൾ ബാംഗ്ലൂരല്ല, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഡൽഹിയിലാണ്. ഇത് 2 ദിവസം, മറ്റന്നാൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വരും. എൻകൂക്കു നല്ല സ്ട്രൈക്കറാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡൽഹി ഞാൻ പുറത്തേക്കേ പോയിട്ടില്ല. ഡൽഹി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇന്ന് മഴ പെയ്തു. ഞാൻ ഡൽഹി പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, പക്ഷെ അല്ലാണ്ട്. ഓക്കെ, ഗ്രേറ്റ്, ഓസം. ഗിരീഷ്, നാഗൽസ്മാൻ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ വെള്ളം ഒന്ന് എടുത്തിട്ട് വരട്ടെ. നാഗൽസ്മാൻ ഓർ പൊച്ചറ്റിനോ? യെസ്. അപ്പോ ഇന്ന് വലുതായിട്ട് കിട്ടിയ ന്യൂസ് പറഞ്ഞാല് നമ്മുടെ ലൂയിസ് എൻറിക്കെ ഇസ് ലുക്കിംഗ് ലൈക്ക് ഹീസ് ഔട്ട് ഓഫ് ദ റേസ്. നമ്മുടെ എന്താണ് ആ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഇനീഷ്യൽ റിപ്പോർട്ട്സ് വിയർഡ്ലി വാസ് the board was impressed, it was very overwhelming. ഇപ്പൊ പറയുന്നു ഇല്ല, പോരാ, പ്രസന്റേഷൻ പോരാ എന്ന് പറയുന്നു. അപ്പോ അതിന്റെ ഒരു കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ടാണ്, ഒന്നും പറയാനുള്ള അവസ്ഥയില്ല. ഐ തിങ്ക് ഇപ്പോ ചെൽസിയുടെ ന്യൂസ് അടിച്ചിറക്കിയാല് നല്ല ട്രാക്ഷൻ കിട്ടും അറിയുന്നതുകൊണ്ട് എനിക്കൊന്നും ആൾക്കാർ ഇറക്കുന്നതാണ്. സ്റ്റിൽ പോസിബിൾ, ഐ വുഡന്റ് റൂൾ എൻറിക്കെ ഔട്ട് ഓഫ് ദ റേസ്. പക്ഷേ യെസ്, ഇന്നത്തെ റിപ്പോർട്ട്സ് നോക്കിയാൽ യെസ്, എൻറിക്കെ ലുക്സ് ലൈക്ക് ഹീസ് ഗോയിങ് ഔട്ട്. ഹീസ് ഡിമാൻഡിങ് മോർ കൺട്രോൾ ഓവർ ദ ട്രാൻസ്ഫർ ഡിസിഷൻസ്. ഞാനിപ്പോ ഒരു വായിച്ച ന്യൂസ് പറഞ്ഞാൽ he wanted to keep players like Ziyech, who Chelsea wanted to discard anyways. അപ്പോ അങ്ങനെ നോക്കുവാണെങ്കിൽ it looks definitely a good decision because Ziyech ഈ ടീമിന് പുറത്തു പോകുന്നത്. So here is a question. Surprising news, Pochettino, hi Captain America, out of nowhere. Pochettino out of nowhere പറയാൻ പറ്റില്ല because because പോട്ടറിന്റെ സമയത്തും like when before appointing Potter also we went looking for Pochettino, and naturally ഇപ്പൊ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു മാനേജറാണ്. he's managed a PSG and top clubs, or I wouldn't say it as he's a top manager. എന്റെ ഒരു അഭിപ്രായത്തിൽ like if you are a manager who could not win with PSG in any of their seasons, PSG first season manage ചെയ്തപ്പോ he did not win that league, and if you are not capable of doing that, I have serious questions. Obviously നമ്മുടെ ഇപ്പൊ ടോട്ടനമിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കിയാലും ടോട്ടനം obviously are arch rivals. അതൊന്നും. രണ്ടാമത്തെ കാര്യം പറഞ്ഞാല് yes, he has done well to bring them to a consistent situation. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ട്. But at the same time he has stagnated once he reached the top 4. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് he's a top 4 manager. ലീഗ് ടൈറ്റിൽസ് ജയിക്കാനുള്ള ഒരു മാനേജർ അല്ല, ആൻഡ് വി റിക്വയർ ലീഗ് ടൈറ്റിൽസ്. ശ്രീകാന്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് നമുക്കൊരു പ്രോജക്ട് ഉണ്ടാവാം, ആ പ്രോജക്ട് ഇസ് 2 years. ആ 2 years that's not happening. എന്റെ ഒരു അഭിപ്രായത്തിൽ that's not happening, and Pochettino should be a last resort, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ലൈക്ക് if Pochettino comes, he might maybe steady the ship, പക്ഷെ അത് കൂടുതലൊന്നും നടക്കില്ല. ലൈക്ക് ഒരു എക്സ്പെക്ടേഷൻ വെക്കാൻ പാടില്ല if Pochettino comes in. So I hope that like അതിനിടയ്ക്ക് നമ്മുടെ വേറൊരു കമന്റ് പറഞ്ഞിട്ടുണ്ട്, സിൽവ saying about coach. I don't think he said anything different. ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമുള്ളൂ. I think he was very clear. We are a chaotic environment, so obviously നമുക്കിപ്പോ ഇനി ലോങ് ടേം ആയിട്ടൊരു സിറ്റുവേഷൻ വരണം. I think പുള്ളിക്കാരൻ പറയുന്ന പോയിന്റ് വളരെ കറക്റ്റ് ആണ് അല്ലേ? Yes, definitely. I mean, obviously അയാളുടെ ഒരു ഇമോഷൻ വെച്ച് നോക്കിയാലും it's probably his last Champions League campaign, and that is a big thing for him. 38 years ആയി. ഇനിയിപ്പോ ഇനി അഥവാ അടുത്ത വർഷം ടോപ്പ് 4 കയറിയാലും he'll be 40 by the time he reaches the next UCL campaign. So you don't know if he'll be there around then. So അങ്ങനെ പോലത്തെ ഒരു ഇമോഷനിൽ വരുമ്പോൾ yes, he spoke out the truth, because and നമുക്ക് അറിയാവുന്ന ട്രൂത്ത്സ് തന്നെ ഇതെല്ലാം. പറഞ്ഞാല് കുറെ പ്ലേയേഴ്സ് ഉണ്ട്, പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. Before buying new players you must do summer clearance. This has been obvious since God knows when. In fact even before ബോലി, നമ്മളിപ്പോ ശരിക്കും നോക്കിയാൽ
എല്ലാ സീസൺസ് സമ്മർ ട്രാൻസ്ഫറിൽ നമ്മൾ പറയുന്ന കാര്യമാണല്ലോ, വി മസ്റ്റ് ക്ലിയർ ഔട്ട് ഡെഡ്വുഡ്സ്, വി മസ്റ്റ് ക്ലിയർ ഔട്ട് ഡെഡ്വുഡ്സ്, വി മസ്റ്റ് ക്ലിയർ ഔട്ട് ഡെഡ്വുഡ്സ്. ആൻഡ് ദിസ് ഹസ് ബീൻ ഹാപ്പനിങ് സിൻസ് ദ കോണ്ടെ സീസൺ, ഇഫ് ഐ എം നോട്ട് റോങ്. കോണ്ടെന്റെ സെക്കൻഡ് സീസൺ മുതൽ. ആൻഡ് ഇതുവരെ ഡെഡ്വുഡ്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് നൗ ഇറ്റ്സ് ബിക്കം എ സിറ്റുവേഷൻ വെയർ ഇറ്റ് ഈസ് അഫക്ടിങ് ദ ക്ലബ് ടു എൻ എക്സ്റ്റെന്റ് ദാറ്റ് നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല. ആൻഡ് someone like Theo was a legend in himself is telling something like this. Appo that is how obvious that issue is. And media obviously ingane polta oru sensational news ittiyal oodu virupikkum because we are going through a bad phase and it sells. That's as simple as that. Right, Darwin, I'm not convinced. Enrique, in my opinion, is rather than Nagelsmann. Absolutely not. Never. ഞാൻ റിസർച്ച് നടത്തി, സ്റ്റാറ്റിസ്റ്റിക്കലി ഓൾസോ ഹാവ് ഡൺ ഇറ്റ്. എൻറിക്കയ്ക്ക് ഒരു ടീം വേണമെന്നുണ്ടെങ്കിൽ ആ ടീമിനെ നാഗൽസ്മാൻ ആക്കി തരും, എന്നിട്ട് എൻറിക്ക വരുന്നതിൽ കാര്യമുണ്ട്. ഇപ്പൊ എൻറിക്ക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെൽസി വിൽ സ്ട്രഗിൾ. നാഗൽസ്മാൻ വന്നു കഴിഞ്ഞാൽ ചെൽസി ഫസ്റ്റ് സീസണിൽ തന്നെ നല്ലോണം കളിക്കും, ടോപ്പ് 3 ചാലഞ്ച് ചെയ്യുന്നുള്ളത് യാതൊരു സംശയമില്ല. സോ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. ഹേ രോഹിത്, ഹായ് ബഡി. സോ അതുകൊണ്ട് I don't think, I love Enrique, brilliant coach. His main selling point is 2014-15 season. A treble അടിച്ച ബാർസലോണ and second season second leg അടിച്ചത്. And ആ treble അടിച്ച ബാർസലോണയിൽ ഫ്രണ്ട് 3 ആരൊക്കെയായിരുന്നു? അറിയാത്ത 3 പ്ലേയേഴ്സ്, നെയ്മർ, മെസ്സി, ലൂയിസ് സുവാരസ്. ഇവരെ ഒരുമിച്ച് ഇൻസൈഡ് ഫോർവേഡ്സ് ആയിട്ട് കളിപ്പിച്ച് അവരെ മോൾഡ് ചെയ്തെടുത്താണ് ലൂയിസ് എൻറിക്കയുടെ ബിഗ്ഗസ്റ്റ് പോയിന്റ്. നമുക്ക് അങ്ങനത്തെ പ്ലേയേഴ്സ് ഇല്ല. We don't have that players. നമുക്കുള്ളത് we have to start from talent scratch. അതെ, ആ ടാലന്റിനെ മോൾഡ് ചെയ്തെടുക്കണം. Absolutely. Ideally നമുക്ക് I think this is a very good question. What does Nagelsmann fails? It fails. Simple as that. നമുക്ക് ഒരിക്കലും പറയാനില്ല he fails. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളൊരു റിസ്ക് എടുക്കുന്നതിൽ അർത്ഥമുണ്ട്, കുറച്ച് ഡേറ്റ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. ഫെയിൽ ചെയ്യണമെങ്കിൽ ഫെയിൽ ചെയ്തോട്ടെ, നമ്മൾ ശ്രമിച്ചു. ഞാൻ പല സമയം ആര് വന്നാലും ഫെയിൽ ആവാം. ആര് വന്നാലും ഇറ്റ്സ് എ വെരി റിയൽ പോസിബിലിറ്റി. ഇനിയിപ്പോ സാക്ഷാൽ പെപ് ഗോർഡിയോള വന്നാലും ഫെർഗസൺ വന്നാലും there's a chance, there's a risk he might fail, right? And that is a risk to go with. Ipo Luis Enrique, like if you compare credits, Luis Enrique and Nagelsmann, different kind of coaches, different kind of philosophy. പക്ഷെ credits വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു pretty much similar. Yes, ഒരു treble നേടിയിട്ടുണ്ട് ലൂയിസ് എൻറിക്കെ, but that is again with one of the greatest front threes to ever play in this game, or at least നമ്മുടെ ജനറേഷനിൽ അല്ല, ആ ഫ്രണ്ട് 3നെ ഒരുമിച്ച് കളിപ്പിച്ചതാണ് ശരിക്കും പറഞ്ഞ ലൂയിസ് എൻറിക്കയുടെ ബിഗ്ഗസ്റ്റ് പോയിന്റ്. And he did that brilliantly. Correct. ഇവിടെ ആരോ പറയുണ്ടായിരുന്നു, someone said that I think the biggest challenge any incoming coach, ആരായാലും എൻറിക്കെ ആയാലും നാഗൽസ്മാൻ ആയാലും, the biggest point you will have to look at is how do we finish goals. അതാരാണോ സക്സസ്ഫുൾ ആയി ചെയ്യുന്നത്, that is going to be the manager that's going to bring success to us. That's as simple as this. Maybe we might bring a defensively strong coach, but എന്തായാലും ഈ ഒരു പോയിന്റ് എക്സ്പോസ് ആവും, where we are a team who can't score goals. അപ്പോ എന്താണ്, that will be the biggest selling point. And എൻ്റെ ഒരു അഭിപ്രായത്തിൽ if there is a coach who's known to do something, like who's known to groom talent as well as ഒരു balanced play കാണിക്കുക, ഒരു pragmatic plus ഒരു attacking, where okay fine, if you're losing, go ahead and be pragmatic and then try to build on that. അങ്ങനെ പോലത്തെ ഒരു മാനേജർ ഐഡിയലി കാണുന്നുണ്ട്, but I don't know like where these all people fit. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ലൂയിസ് എൻറിക്കെ അമേസിംഗ് കോച്ച്, സിനദീൻ സിദാൻ ബ്രില്യന്റ്, കാർലോ ആൻസലോട്ടി ബ്രില്യന്റ്. പക്ഷെ ഇവർക്ക് ആ സിസ്റ്റം കളിക്കാൻ പ്ലേയേഴ്സ് വേണം. അങ്ങനത്തെ ഒരു പ്ലേയേഴ്സ് ഇപ്പൊ ചെൽസിയിൽ ഇല്ല. ലെറ്റ്സ് ബി ഓണസ്റ്റ്, നമുക്കില്ല അങ്ങനത്തെ പ്ലേയേഴ്സ്. നമുക്ക് വേണ്ടത് ഒരു കോച്ച് ആ പ്ലേയേഴ്സിനെ ലെവൽ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ആക്കി എടുക്കാൻ തരത്തിലുള്ള ഒരു കാര്യമാണ് ജൂലിയൻ നാഗൽസ്മാനെ പോലെ തരത്തിലുള്ള കോച്ചസ്. ജൂലിയൻ നാഗൽസ്മാൻ മാത്രമല്ല എന്ന് ഞാൻ പറയണത്, ആ സ്റ്റൈലിലുള്ള കോച്ചസ് ഹു ഹാവ് വർക്ക്ഡ് വിത്ത് പ്ലേയേഴ്സ് ആൻഡ് ഡെവലപ്പ് ദം ടു ബിക്കം ബ്രില്യന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഉപ്പമെക്കാനോ became brilliant under Nagelsmann, സാബിസ്റ്റർ became brilliant under Nagelsmann, ടീമോ വേർണർ ചെറുപറ ഗോൾ അടിച്ചുകൊണ്ടിരുന്ന നാഗൽസ്മാന്റെ കീഴിലാണ്. എൻകുങ്കു ഡെവലപ്ഡ്, ചൂപ്പോ-മോട്ടിങ് became a striker under Nagelsmann. So he can develop players. ആ ഡെവലപ്മെന്റ് ആണ് നമുക്കിപ്പോൾ ആവശ്യം. So somebody like Alex Ferguson developed a lot of talent. Cristiano Ronaldo Manchester United വിട്ടു പോയിട്ടും he continued winning trophies. സോ ഒരു കോച്ച് വേണ്ടത് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു ആവശ്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. നാഗൽസ്മാൻ ക്യാൻ ഡു ഇറ്റ്. വിൽ ഹി ബിക്കം സക്സസ്ഫുൾ? ഐ ഡോണ്ട് നോ. പക്ഷേ ഹോഫൻഹൈമിൽ ഫസ്റ്റ് സീസൺ
ബുണ്ടസ് ലീഗ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഫസ്റ്റ് സീസൺ 15ാമത് ഇരുന്ന ഹോഫൻഹൈമിനെ പിടിച്ച് 4ാമത് എത്തിച്ചു, അടുത്ത സീസണിൽ 3ാമത് എത്തിച്ചു, RB ലൈപ്സിഗിനെ 3ാമത് എത്തിച്ചു, അടുത്ത സീസണിൽ 2ാമത് എത്തിച്ചു. ദാറ്റ് ഇസ് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്. നൗ EPL അഡാപ്റ്റ് ആവുമോ? അഡാപ്റ്റ് ആകാണ്ടിരിക്കാം. EPL ഫ്ലോപ്പ് ആവുമോ? ഫ്ലോപ്പ് ആവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആസ് ഓഫ് നൗ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ പറയുക, വിത്ത് ദ ഡേറ്റ, വിത്ത് വാട്ട് വി ഹാവ്, ഹി ലുക്സ് ഓടി. ചിലപ്പോൾ വന്നിട്ട് അടുത്ത സീസൺ പകുതി ആവുമ്പോൾ സാക്ക് ആവാം. പക്ഷെ ഞാൻ പലതവണ പറയുന്നുണ്ട്, ഞാൻ ഈ മുഡ്രിക്കിനെ ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒന്ന് എന്നെ ക്രിട്ടിസൈസ് ചെയ്ത പോലെ, മുഡ്രിക്കിനെ ഇറക്ക്, ഫ്ലോപ്പ് ആയിക്കോട്ടെ, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സമാധാനമുണ്ട്. അവനെ ഇറക്കിയിട്ട് ഫ്ലോപ്പ് ആയെന്ന് നമുക്ക് സമാധാനമുണ്ട്. ഇത് ഇറക്കുന്നുമില്ല, കളിപ്പിക്കുന്നുമില്ല, എന്നിട്ട് അവസാനത്തെ ഒരു 10 മിനിറ്റ് കൊടുത്ത് കളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എവിടെ നിന്ന് പറയാൻ പറ്റും? അറ്റ്ലീസ്റ്റ് അവനെ ഇറക്കി. ഫ്രാങ്ക് ലാംപാർഡ് ലൈനപ്പിൽ ചേഞ്ച് വരുത്തിയാൽ ഹാറ്റ്സ് ഓഫ്. പക്ഷെ ആ ലൈനപ്പ് ചേഞ്ച് വരുത്തിയത് കറക്റ്റ് പ്ലേയേഴ്സിനെ അല്ല ഇറക്കിയത്. അപ്പൊ അതുപോലെ തന്നെ നാഗൽസ്മാനെ സൈൻ ചെയ്തു, ലെറ്റ് ഹിം ബിക്കം എ ഫ്ലോപ്പ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റും വി ഗേവ് ഹിം ദാറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ. ആൻഡ് വി നീഡ് എ കോച്ച്. ആ ഒരു കോച്ച്, ആൻഡ് ഫോർ മീ നാഗൽസ്മാൻ ഫിറ്റ്സ് ദ ബിൽ. റൂബൻ അമോറിൻ ബ്രില്യന്റ്. പക്ഷെ അഗൈൻ സ്പോർട്ടിംഗ് ലിസ്ബൺ ആ ഒരു തരത്തിലുള്ള പ്രഷർ ആയിരിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. നാഗൽസ്മാൻ ബയൺ മ്യൂണിക്കിൽ ആ ഒരു സീസൺ മൊത്തത്തിൽ പ്രഷർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സീസൺ സാക്കാവാനുള്ള കാരണം പലതുമാണ്. പുള്ളിക്കാരൻ തോമസ് മുള്ളറിനെ പിടിച്ച് ബെഞ്ചിലിട്ടു. തോമസ് മുള്ളറിനെ ബെഞ്ചിലിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്വാഭാവികം. പിന്നെ എന്തൊക്കെയോ കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടായി. ലോട്ട് ഓഫ് ചാലഞ്ചസ് ദാറ്റ് ഇസ് ദേർ. സോ ഇൻ ദ കറന്റ് സിറ്റുവേഷൻ, നമ്മൾ ഇപ്പൊ പോകുന്ന ഒരു സിറ്റുവേഷനിൽ പറ്റിയൊരു ആളാണ് ഈ മുഡ്രിക്കിനെ പോലെ ഡെവലപ്പ് ചെയ്യാനും എൻസോ ഫെർണാണ്ടസിനെ യൂസ് ചെയ്യാനും നോണി മാഡുക്കിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റുള്ള ഒരു കോച്ചാണ് നാഗൽസ്മാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം. ഫ്ലോപ്പ് ആവണമെങ്കിൽ ഫ്ലോപ്പ് ആവട്ടെ, അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്ന പുള്ളിക്കാരൻ ഫ്ലോപ്പ് ആയിട്ട്. ഞാൻ പറഞ്ഞ 2 കൊല്ലത്തെ കോൺട്രാക്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 3 കൊല്ലത്തെ, 2 കൊല്ലത്തെ കോൺട്രാക്ട് കൊടുക്കുക. എന്നിട്ട് സാക്കിങ് ഒരു 5 മില്യൺ. എന്നിട്ട് നാഗൽസ്മാനോട് പറയാം 2 കൊല്ലം നിനക്ക് സമയമുള്ളൂ, നിനക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ കോൺട്രാക്ട് ടെസ്റ്റ് ചെയ്ത് തരാം. തോമസ് ടൂക്കലിനെ ഞങ്ങളെ നമ്മൾ കൊണ്ടുവന്നേ 18 മാസത്തേക്ക്. Let's bring him. So that's my point. Yeah, and also ശരിക്കും ഓപ്ഷൻസ് നോക്കിയാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് വി കൻ സൈൻ എനിവൺ വി വാണ്ട് റൈറ്റ് നൗ. നമുക്കിപ്പോ എന്താണ് ചുമ്മാ ഫിഫ പോലെ അല്ല, ലൈക്ക് വി കൻ ഗെറ്റ് വാട്ട് എവർ പ്ലേയേഴ്സ് വി വാണ്ട്, വാട്ട് എവർ അറ്റ് എനി കോസ്റ്റ് യു വാണ്ട്. ഒരു സെക്കൻഡ് മുഹമ്മദ് റായ്, ഞാൻ ആൻസലോട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, ഞാൻ ലൂയിസ് എൻട്രിക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഐ എം നോട്ട് സെയിങ് ഗാബി, പെഡ്രി, വിനീഷ്യസ്. ദീസ് ആർ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ്. അവരുടെ ചുറ്റും സിംഹങ്ങളാണുള്ളത്. ബെൻസിമ, മുലൂക്ക മോഡ്രിച്ച്, ക്രൂസ്, കാസമീറോ, അങ്ങനത്തെ പ്ലേയേഴ്സ് ആണുള്ളത്. സോ വിനീഷ്യസിനെ ഡെവലപ്പ് ചെയ്യാം. നാഗൽസ്മാൻ മൊത്തത്തിൽ ആ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കാന്ന് പറഞ്ഞത്. അല്ലാണ്ട് ആൻസലോട്ടിനെ കൊണ്ട് പറ്റില്ല, എൻട്രിക്കിനെ കൊണ്ട് പറ്റില്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഐ എം നോട്ട് ഡിസ്റെസ്പെക്ടിങ് ദോസ് കോച്ചസ് ഇൻ എനി വേ. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം, ഏറ്റവും എളുപ്പം ഉദാഹരണം പറയാം. ഇന്ന് നിങ്ങൾക്കൊരു ഡയറക്ടർ വേണം, ഒരു മെഗാ മാസ് മൂവി ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടർ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നിന്ന് വേണം. ആരെ നിങ്ങൾ ചൂസ് ചെയ്യും? ഒരു മെഗാ മൾട്ടി സ്റ്റാറർ ബോക്സ് ഓഫീസ് സെറ്റ്, ഒരു 450-500 കോടി ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ whom will you select? I will select രാജമൗളി. എന്തുകൊണ്ട്? he is that, പുള്ളിക്കാരൻ അതിന് പറ്റിയ ഒരാളാണ്. അല്ലെങ്കിൽ ശങ്കർ അതിന് പറ്റിയ ഒരാളാണ്. അപ്പൊ നമുക്ക് അതുപോലെ കാസ്റ്റ് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് എൻട്രിക്കെ, ആൻസലോട്ടി, അങ്ങനത്തെ ആൾക്കാരൊക്കെ അതിന് പറ്റിയ ഒരാൾക്കാരാണ്. പക്ഷെ നമുക്കിപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല. വി ആർ എ ബിഗ് ക്ലബ് വിത്ത് ഹൈലി ടാലന്റഡ് പ്ലേയേഴ്സ്. ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയറക്ടറാണ് വേണ്ടത്. മണിരത്നം ഇസ് അനദർ എക്സാമ്പിൾ. അതുപോലത്തെ ഒരു ഡയറക്ടറാണ് വേണ്ടത്. ആ തരത്തിലുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് വേണം. ദാറ്റ് ഈസ് വേർ നാഗൽസ്മാൻ ഫിറ്റ്സ്. നോട്ട് ബിക്കോസ് ലൂയിസ് എൻട്രിക്കെ or Ancelotti is not great. It's because Nagelsmann fits. Now flop ആവാം, 100% flop ആവാം, no doubt about it. പക്ഷെ Nagelsmann fit there into that particular beam. അപ്പൊ അതുകൊണ്ടാണ് ഇനി ഓഫ് കോഴ്സ് സ്ട്രൈക്കർ വേണം. ഹായ് ആകാശ്, ഓഫ് കോഴ്സ് സ്ട്രൈക്കർ വേണം, DM വേണം, ഗോൾ കീപ്പർ വേണം. 3 പേര് മതി. ലൂയിസ് എൻട്രിക്കെ വന്നു കഴിഞ്ഞാൽ 3 പേര് മതിയാവില്ല, 6 പേരെങ്കിലും മിനിമം വേണ്ടി വരും. അപ്പൊ വീണ്ടും നമ്മൾ ചെലവഴിക്കേണ്ടി വരും. സോ ദോസ് ആർ there. And Nagelsmann player management is brilliant. Unfortunately ബയൺ മ്യൂണിക്കിൽ പുള്ളിക്കാരൻ മാനേജ് ചെയ്ത പ്ലേയേഴ്സ് കുറച്ച് സീനിയർ ആയിട്ടുള്ള വമ്പന്മാരായിപ്പോയി, അത്രേ ഉള്ളൂ. ചെൽസിയിൽ അങ്ങനത്തെ ഒരു തലവേദന ഇല്ല. നോ, എന്റെ പൊന്ന് മിഷേൽ ഹുസൈൻ, വാട്ട് ആർ യു ലിസണിങ്? തൂങ്ങി ചത്തൂടെ പോയിട്ട്. ഐ എം നോട്ട് സേയിങ് നാഗൽസ്മാൻ ഇസ് ബെറ്റർ ദാൻ ലൂയിസ് എൻട്രിക്കെ. ഞാൻ പറയുന്നത് യശ് ചോപ്ര ആൻഡ് രാജമൗലി ഇസ് നോട്ട് ബെറ്റർ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ഇസ് ബെറ്റർ ദാൻ വിരാട് കോഹ്ലി എന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഇസ് ബെറ്റർ ദാൻ രാഹുൽ ദ്രാവിഡ് എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും അവരുടേതായ ശൈലിയുണ്ട്. ആ ശൈലിയിൽ ഇപ്പോഴത്തെ ചെൽസിയുടെ സിറ്റുവേഷനിൽ, ചെൽസിയുടെ സ്ട്രാറ്റജിയിൽ, ഇന്നിപ്പോ ചെൽസിയിൽ ലാംപാർഡ് ഉണ്ട്, ടെറി ഉണ്ട്,
മാക്കലേലി ഉണ്ട്, എഡൻ ഹസാർഡ് ഉണ്ട്, മറ്റേ ഡ്രോഗ്ബെ ഉണ്ട്, റോബൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ലൂയിസ് എൻട്രിക്കെ മതി, അല്ലെങ്കിൽ ആൻസലോട്ടോ മതി. കാരണം വേറൊന്നുമല്ല, അത്രത്തോളം പവർഫുൾ പേഴ്സണാലിറ്റീസ് ഉണ്ട് നമുക്ക് ഇന്ന് ആ ബെഞ്ചിലില്ല. അവരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു കോച്ചാണ് നാഗൽസ്മാൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഐ എം മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ, ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ഓൾ ദി അതർ കോച്ചസ്. ഇപ്പോഴത്തെ ചെൽസിയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നാഗൽസ്മാൻ ഫിറ്റ്സ് ദ ബിൽ എന്നുള്ളതാണ് ഞാൻ പറയണത്. നൗ ലൂയിസ് എൻട്രിക്കെ വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മേ ബി നാഗൽസ്മാൻ ബിക്കംസ് എ ഫ്ലോപ്പ്, ഫെയർ എനഫ്. അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് നോക്കാൻ പറ്റുള്ളൂ. And now, Pochettino, Girish, take 2 minutes. I'll just be back. Sure. Pochettino again ഒരു ശരിക്കും as I said പ്രൊഫൈൽ വെച്ച് നോക്കിയാൽ similar to Nagelsmann in that sense that youth develop ചെയ്യും, he takes smaller talents, raises their game, develop ചെയ്യും game. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വിന്നിങ് മെന്റാലിറ്റി ഇല്ല. ആൻഡ് കറന്റ്ലി at Chelsea we need to bring that winning mentality back. ആ വിന്നിങ് മെന്റാലിറ്റി ഇല്ലെങ്കിൽ no matter how good the players develop, no matter how world class they are, there might be Kanes and Sons in a team, but we will not know how to win trophies, and that is going to be the biggest thing when it comes to Pochettino. Yes, if you think Nagelsmann again, if you think about it, yes, Bayern jeichundu, but yes, ഒരു കണ്ടിന്യൂസ് ട്രോഫി വിന്നിങ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്തറിയണം. ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ നൗ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻസ് നോക്കിയാൽ Nagelsmann has a higher ceiling than Pochettino. And that is at least between them, it's an easy choice on Nagelsmann. And with Nagelsmann and Luis Enrique, SK പറഞ്ഞ പോയിന്റ് ഞാൻ യോജിക്കുന്നു. Like Enrique needs, if your team is at the top, Enrique will take you to the next level. Now the problem is how we are not a team at the top, we are a team at the bottom, like almost our at the worst situation we can ever be in. അങ്ങനെ പോലത്തെ ഒരു ടീം സിറ്റുവേഷൻ ആണ് നമ്മൾ. Who is going to bring us from there to a higher position? That is what I feel Nagelsmann could do, or at least അതായിരിക്കും അയാളുടെ ഒരു goal at least as it stands. Yes, ഒരു obviously we'll look to win the league every year, അതൊരു ഓപ്ഷൻ ഉണ്ടാവും. but also at the same time we should improve as a team. We must, our win should not be a flash in a pan, as simple as. നമ്മളിപ്പോൾ കഴിഞ്ഞ ശരിക്കും ഇത് സത്യം നമ്മുടെ കോണ്ടെ വിന്നിങ് സീസൺ, ദാറ്റ് I felt was a flash in a pan. നമ്മൾ കുറെ ഇഷ്യൂസ് ഉണ്ട് സ്ക്വാഡിൽ. കോണ്ടെ വന്നു, ആ ഒരു 3 at the back സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു പ്രീമിയർ ലീഗ്. The rest of the league couldn't cope up, and that's where he won the league. പക്ഷെ that one win covered up a lot of issues. Even Tuchel കുറെ, he was taking the club in the right direction, പക്ഷെ the club had a lot of issues even then. Our used issues big time. Right now ആ issues എല്ലാം expose ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Plus we have added more issues as well. ഫുട്ബോൾ ഈ പറയുന്ന പോയിന്റ്, ലൂയിസ് എൻട്രിക്കെ ഈസ് മോർ അഡാപ്റ്റബിൾ. ഞാൻ ഡിസഗ്രി ചെയ്യുന്നില്ല. പക്ഷെ ഇവർക്കൊക്കെ ഒരു ശൈലിയിൽ കുറച്ച് പ്ലേയേഴ്സ് വേണം. ആ പ്ലേയേഴ്സ് അല്ല നമ്മുടെ കയ്യിലുള്ളത്. മുഡ്രിക്കൊക്കെ ഒരു എലീറ്റ് ലെവൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല. നോണി മാഡു ഒക്കെ അല്ല. നമ്മളപ്പോൾ അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്ലേയേഴ്സ് ഇല്ല. സോ യു ആർ റൈറ്റ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്. പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നൗ ഹാവിംഗ് സെഡ് ദാറ്റ്, ലെറ്റ്സ് സേ ലൂയിസ് എൻട്രിക്കെ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു, ഫെയർ എനഫ്. പുള്ളിക്കാരൻ നാളെ വന്നു ചെൽസിനെ ടോപ്പ് ടീമാക്കി മാറ്റി ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ഞാൻ ഹാപ്പിയാണ്. അൾട്ടിമേറ്റ്ലി ഞാൻ ഹാപ്പിയാണ്. കാരണം നമുക്ക് ചെൽസി ആണല്ലോ ജയിക്കേണ്ടത്. എന്തുകൊണ്ട് ലൂയിസ് എൻട്രിക്കേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഡിമാൻഡ്സ്, എനിക്ക് തോന്നുന്നു ഹി വാസ് വെരി ക്ലിയർ. പുള്ളിക്കാരന്റെ തരത്തിലുള്ള വേണ്ട ഒരു പ്ലേയേഴ്സിനെ ചെൽസി ബോർഡിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരന് ആവശ്യപ്പെടുന്ന പ്ലേയേഴ്സിനെ ചെൽസി ബോർഡിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. സോ I think it's decent. So let's discuss about Pochettino. Girish? Pochettino again, ഞാൻ പറയുന്നത് like I genuinely feel he's not a winning manager. Maybe he might improve things in the team. അതും ഒരു ഡൗട്ട് ആണ്. ബിക്കോസ് ഒരു PSG പോയിട്ടും, yes, PSG was a superstar team already. That is one thing we know is weak at. ഒരു സൂപ്പർസ്റ്റാർ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു മാനേജറാണ് എനിക്ക് തോന്നുന്നത്. And Tottenham, he has the ability to bring up polished gems basically. നമ്മുടെ ഇപ്പോൾ Kane, Son, and all these players, like even if you see like Christian Eriksen, all flourished under him. അങ്ങനെ പോലത്തെ ഒരു എബിലിറ്റി മാനേജർ ആണ്. ബട്ട് യാ, ഈവൻ Nagelsmann has a similar ability, and I don't want Pochettino around our club. ആ ഒരു പറയൂ.
അല്ല എന്റെ ഒരു ബിഗസ്റ്റ് പോച്ചറ്റിനോ നമുക്ക് ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആ ടോട്ടനമിനെ ഒരു ടോപ്പ് 4 ടീം ആക്കി മാറ്റിയത് പോച്ചറ്റിനോ ആണ്. ഡിസ്റെസ്പെക്ട് അല്ല, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ഐ ഫീൽ ഹി ലാക്സ് എ കില്ലർ ഇൻസ്റ്റിങ്ക്ട്, ഒരു വിന്നിംഗ് മെന്റാലിറ്റി. He might want to have it, but it's not evident in his managing style. Absolutely. I mean, എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പ്രീമിയർ ലീഗ് ഇസ് വെരി കോമ്പറ്റേറ്റീവ്, ടു കോമ്പറ്റേറ്റീവ്. പെപ്പ്, ക്ലോപ്പ്, ഇന്ന് പറഞ്ഞ ടോപ്പ് മാനേജേഴ്സ് വാണ്ട് ടു ബി ഇൻ പ്രീമിയർ ലീഗ്. യു ഹാവ് പെപ്പ്, യു ഹാവ് ക്ലോപ്പ്, യു ഹാവ് ടെൻ ഹാഗ്. ആർട്ടേറ്റ ഈ സീസൺ ആർസണലിൽ കാണിച്ചിരിക്കുന്ന ഹാസ് ബീൻ അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ജൂലിയൻ ലോപ്പറ്റഗുയി, പുള്ളിക്കാരൻ Julian Lopetegui, Unai Emery. So we have some of the best coaches right now in the Premier League club. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഹൗ ഫാർ പോച്ചറ്റിനോ ടാക്ടിക്കലി ആ ടീമിനെ സെറ്റിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിലുള്ളത്. ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ എം ഹാപ്പി, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് പുള്ളിക്കാരന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വിൽ ബി വെരി ഗുഡ്, വെരി ഗ്ലാഡ് അബൌട്ട് ഇറ്റ്. പുള്ളിക്കാരൻ പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ബട്ട് സംവെയർ കുറച്ചും കൂടെ പ്രൂവൻ ട്രാക്ക് റെക്കോർഡുള്ള അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് നാഗൽസ്മാൻ ആണ്. നൗ ഇപ്പൊ നാളെ പോച്ചറ്റിനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ലൂയിസ് എൻട്രിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, മരിച്ചു സാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ഇനിയിപ്പോ SK ചെൽസിയുടെ കോച്ചായി കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്കിപ്പോ പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ in statistically Julian Nagelsmann makes sense. Now Ruben Amorim makes absolutely brilliant sense, no doubt about it. പക്ഷെ കുറച്ചും കൂടെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് പോലെ ഒരു വരാന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നാഗൽസ്മാൻ ആ ഒരു പ്രഷർ കണ്ടിട്ടുണ്ട്, ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടെ. ആൻഡ് നാഗൽസ്മാൻ ഇസ് മോർ എക്സ്പീരിയൻസ്, കാരണം പുള്ളിക്കാരൻ പെട്ടെന്ന് പഠിക്കുന്ന ഒരു കേസാണ്. നാഗൽസ്മാനൊക്കെ ഈ ടെക്നോളജി ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ദാറ്റ് ഈസ് ഐ മീൻ മേ ബി നമ്മൾ ഒരുപാട് നാഗൽസ്മാനെ പ്രശംസിച്ച് പോകുന്നുണ്ടാവും, ആൻഡ് മേ ബി ഹി ബിക്കംസ് എ ഫ്ലോപ്പ്, ഫെയർ എനഫ്. ബട്ട് അറ്റ്ലീസ്റ്റ് ഫ്രം എ സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. യുവന്റസിന്റെ ന്യൂസ് കണ്ടു, യെസ് അബ്സല്യൂട്ട്ലി. ബട്ട് യുവന്റസ് കാരനല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ജോസേട്ടൻ റിട്ടേൺ ചാൻസ് ഉണ്ടോ നമ്മുടെ ജോസെ മൊറിനിയോ? I don't think so. He's doing very well under Roma. Obviously, നമ്മൾ വിളിച്ചാൽ ആള് it's difficult for Jose to say no. That's what I feel. എനിക്ക് ഇടയ്ക്ക് റൂമർ ഉണ്ടായിരുന്നു when we were looking before പോട്ടന്റെ hiring processൽ Jose made himself available. But I don't think we will go there. Especially ആ ഒരു നമ്മുടെ ഓണർഷിപ്പിന്റെ ഡൈനാമിക് നോക്കിയാൽ I don't think that's going to happen, because if they go back to Jose, it's probably going to be like, yes, we're trying to imitate what Abramovich does. Maybe they might give that impression, and I don't think Boli wants to do that. Ipo iduvare kandavech it looks like Boli wants to build something of his own. Iduvare flop ആയി വന്നുകൊണ്ടിരിക്കുകയാണ്, but he's definitely trying to do something original, trying to make Chelsea his own version, not an Abramovich, not a version of the club that he bought from Abramovich. And that അതിന്റെ ഒരു ഡയറക്റ്റ് റിസൾട്ട് കാണുന്നുണ്ട് ഇവിടെ. He's looking to bring in data, full footballing structure മാറ്റി കയറിയപ്പോൾ തന്നെ even long term employees like നമ്മുടെ പിച്ചിന്റെ മെയിൻ്റെനൻസ് ചെയ്യുന്ന അവരൊക്കെ മാറ്റിയിട്ടുണ്ട്. So it's clear from the get-go that he does not want to build the club in the image that Abramovich built Chelsea. He wants to build it his own way. And bringing back Jose, especially when he's not in like our peak moment, like he's not considered right now. Yes, he is considered a legendary manager, but as it stands, he's not a manager where you're going like, okay, fine, he's going to win in the league. Our guarantee ഇപ്പൊ കാണുന്നില്ല. So വേറൊരു കാര്യം ഞാൻ പറയണം. ഈ കഴിഞ്ഞൊരു 4 വർഷത്തിൽ പ്രീമിയർ ലീഗ് ഇസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോമ്പറ്റേറ്റീവ്. എനിക്ക് തോന്നുന്നില്ല ഫ്രാങ്ക് ലാംപാർഡ് വാട്ട് ഹി ഡിഡ് ഇൻ ദ ഫസ്റ്റ് സീസൺ വിത്ത് ചെൽസി ഗെറ്റിംഗ് ഇൻ ടു ടോപ്പ് 4 ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതേ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തു. ഞാൻ ഫ്രാങ്ക് ലാംപാർഡിനെ കുറിച്ച് എന്റെ പ്രഡിക്ഷൻ തെറ്റിപ്പോയി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഫ്രാങ്ക് ലാംപാർഡ് സ്റ്റാറ്റിസ്റ്റിക്കലി ഫസ്റ്റ് സീസൺ ഡിഡ് ബ്രില്യൻറ്റ്, നോ ഡൗട്ട്. അപ്പൊ ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ചിലപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു 10 മത്സരം അടിപൊളിയായിട്ട് കളിക്കുമെന്ന് വിചാരിച്ച്. ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പൊ എന്റെ പ്രൊഡിക്ഷൻ ഫ്ലോപ്പ് ആയി പോയി, അല്ലെങ്കിൽ ഞാൻ പ്രിഡിക്ട് ചെയ്ത രീതി തെറ്റായി പോയി. സോ ജൂലിയൻ നാഗൽസ്മാൻ കുഡ് ഓൾസോ ബിക്കം ദ സെയിം തിങ്. അല്ലെങ്കിൽ പറയുന്ന പോലെ പോച്ചറ്റിനോ ഞാൻ പറയുന്ന പോലെ പ്രൊഡിക്ഷൻ തെറ്റാം. സോ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദേർ. സോ ഹാവിംഗ് സെഡ് ദാറ്റ്, ഐ മീൻ ജോസെ മൊറിനിയോ ഈ പറയുന്ന പോലെ മേ ബി ഹീസ് എ ലെജൻഡറി കോച്ച്. ഈ പറഞ്ഞ ഹീസ് എ ലെജൻഡറി കോച്ച് ഗിരീഷ് പറഞ്ഞ പോലെ. പക്ഷെ could he fit into the current Premier League elites?
കാരണം പുള്ളിക്കാരൻ തെറി വിളിക്കും. ആ തെറി വിളിച്ച പ്ലേയേഴ്സിന് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റണം. ഇന്നത്തെ പ്ലേയേഴ്സിന് അത് പറ്റില്ല. പുള്ളിക്കാരൻ പോയി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് പോയി കരഞ്ഞ് സങ്കടപ്പെട്ട്. That's one of the biggest reasons of his decline. He wants players who will die for him, die for the club. Right. But right now പ്ലേയേഴ്സിന് സ്വയമേ ലിഫ്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരു പ്ലേയേഴ്സ് വേണം. അങ്ങനെയാണ്. ഇപ്പൊ ടെറിയനൊക്കെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ടെറിയെ ഉഷാറിയോ കുഴപ്പമില്ല ഞാൻ വരാം. ഇന്നത്തെ പ്ലേയേഴ്സിനൊക്കെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവർ പോയി കരയും. അപ്പൊ അതുകൊണ്ട് ജോസെ മറീനിയോ മെ നോട്ട് ഫിറ്റ് ദ ബിൽ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ വി ഹാവ് സ്ട്രൈക്കേഴ്സ്. I think we have a striker, a defensive midfielder and goalkeeper. I think that is clear, alle Girish. നമുക്ക് transfer targets definitely 3 വർഷം. ബാക്കി എല്ലാ പൊസിഷനിലും we have a good surplus coming in. നമ്മളിപ്പോൾ ലെഫ്റ്റ് ബാക്ക് വെച്ച് നോക്കിയാൽ we have an incoming Ian Matson who has had a brilliant season for Burnley. ഇപ്പോൾ ഒരു പ്രൊമോഷൻ നേടിയ ഒരു Burnley that too. Then we have right back incoming Malo Gusto. We have another attacker in Nkunku coming up. Yes. പിന്നെ and Levi Colwill coming back in defense. So in defense, wing backs, attackers, we have at least good quantity. Midfielders is where we have to revamp. Appo defensive midfielder, striker. We don't have a genuine striker in the team. Broha undairunnu. Broha long term injury poi varuvayirikkum അടുത്ത season. But again, this is an ACL injury. You cannot depend on a person recovering from an ACL injury to be your main striker. That's not possible at all. Adava angane situation vannal, then brace yourself for another poor season. So striker mandatory. Striker I think one of the top priority. Then we will require a defensive midfielder for sure. We tried to loan Dennis Zakaria in the last moment last season. Other one, like although he has not done poorly, for some reason that transfer is being like that could be termed as a flop because കളിപ്പിക്കാൻ the game time കിട്ടുന്നില്ല ആൾക്ക്. It's very weird our case. Yeah, it's been horrible. Anyway. പിന്നെ അത് കഴിഞ്ഞിട്ട് goalkeeper no doubt. Goalkeeper definitely. Kepa and Mendy രണ്ടും ഒരു Premier League winning ടീമിന്റെ ലെവലിലുള്ള ഒരു goalkeeper അല്ല. We have signed Gabriel Solina. Again, he's too young to take up this role. And obviously atram oru prodigy he might be a really good talent, but at least he's not talented enough to be the first goalkeeper for Chelsea right now. Maybe a few years down the line, but ipalla. That is going to be a very big task because top goalkeepers ittunnu elppalla. So again, that's going to be a very difficult task. Maybe it's possible we might adjust one more season, but that will mean that we are not going to win the league because without a top goalkeeper, we cannot win the league. So ആൾക്കാർ ഒട്ടും തന്നെ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മറന്നുപോയ ഒരു കാര്യമുണ്ട്. മെൻഡി UCL കാണിച്ച ഫോം വാസ് ഇൻക്രെഡിബിൾ. അത് കെപ്പ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ UCL അടിക്കില്ല. കെപ്പനെ കുറ്റം പറയുന്നല്ല, പക്ഷേ അന്ന് മെൻഡി എന്തൊരു ഗോഡ് ലെവലൊക്കെ കളിക്കുന്ന പോലെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സോ അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഗോഡ് ലെവൽ കളിക്കാൻ പറ്റുന്ന ഒരു കീപ്പർ 100% ആവശ്യമാണെന്നുള്ളത് യാതൊരു സംശയം വേണ്ട. In fact, I like Mendy shot stopping ability. Yes, currently confidence korvana, but I would say a normal Mendy is still a really good keeper. Paksha, the biggest problem is a ball playing ability, and all the coaches are looking right now insist on the keeper to be a ball playing ball player. Yeah. So angane vechu nokkaanil idakka poi adalla stopping മാത്രമല്ല ball playing വേണം. Correct. So that's the biggest issue right now that this against Mendy. Oru normal like oru old school coach ആയിരുന്നെങ്കിൽ Mendy would have been great for that person, but right now the current situation Mendy is probably not good enough just because of the ball playing ability. വേറെ ഒന്നുമല്ല. I still believe our confidence issue in respect to his keeping mistakes, and he will be back at least with respect to his shot stopping. But yes, we need ball playing ability goalkeeper. So yes, definitely these 3 positions are going to be a clear priority. And the biggest priority, more than anything, is a clear out. Our clear out this season, no matter who comes in next season, he will be a flop. That's a guarantee. That's a guarantee. So until clear out, വേറെ പ്രശ്നമുണ്ട്. ക്ലിയർ ഔട്ടിൽ ആൾക്കാർ ഹാവേർട്സിന്റെ പേര് പറയുന്നുണ്ട്, സ്റ്റേർലിങ്ങിന്റെ പേര് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവർക്കൊക്കെ കോൺട്രാക്ട് കൊടുത്ത് വെച്ചത് നമ്മൾ തന്നെയാണ്. കൂലിബാലി ഈസ് ഓൺ എ ഗുഡ് കോൺട്രാക്ട്, സ്റ്റേർലിംഗ് ഓസ് ഓൺ എ ഗുഡ് കോൺട്രാക്ട്, ഈ പറയുന്ന കുക്കുറേയ ഗുഡ് കോൺട്രാക്റ്റിലാണ്, ഹാവേർട്സ് നല്ല കോൺട്രാക്റ്റിലാണ്. അപ്പൊ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവർക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ഇവർ നല്ല കോൺട്രാക്റ്റിൽ ഇരിക്കുകയാണ്. ഗാരത്ത് ബേൽ അവസാനം റിയൽ മാഡ്രിഡിൽ ഇരുന്ന് കളിച്ചതുപോലെ തന്നെ അവർക്ക് നിന്ന് കളിക്കാന്നുള്ളൂ. അപ്പൊ നമ്മൾ പറയും ഇവരെ വിട്ടു എന്നുള്ളത്.
അവര് പറയുന്നത് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. And top of that, they might be on high wages, so we need suitors for paying them that high wages. Yes, we might പറയാം 10 million നമുക്ക് വിൽക്കാൻ റെഡിയാണ്, പക്ഷെ are you ready to pay 250,000 a month for this player? അല്ല, അങ്ങനത്തെ സാലറി കൊടുക്കാൻ പറ്റുന്ന ക്ലബ്ബുകൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, യുണൈറ്റഡ്, ആർസണൽ, തീർന്നു. Maybe Bayern also, maybe possibly മാക്സിമം മാക്സിമം. പക്ഷെ ഇവരാരും Bayern PSG, അതെ ഇവരാ ബയൺ PSG. അപ്പൊ ഈ കൂലുബാലി എന്ന് പറയുന്ന പ്ലേയേഴ്സ് ഈ ക്ലബിൽ പോകാനുണ്ടോ? മേ ബി ഹാവേർട്സ് ആയിരിക്കും ഒരു പക്ഷേ. മേ ബി അതർ ക്ലബ്സ് ആർ വില്ലിംഗ് ടു ബൈ ഈ പറയുന്ന ആൾക്കാർ. ലിവർപൂൾ ഒന്നും അങ്ങനെ ചുമ്മാ സാലറി കൊടുക്കൂല സുഹേൻ. ദേ ഡോണ്ട് ഗിവ് സാലറീസ് ലൈക്ക് ദാറ്റ്. അവർ കൊടുക്കുന്നത് ഈവൻ സാലയുടെ അടുത്ത് പോലും കുറെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൊടുത്തത് തന്നെ. അപ്പോ ഹാവേർട്സ് മോസ്റ്റ്ലി, പക്ഷെ കൂലിബാലി, സ്റ്റേർലിംഗ് ഒന്നും എവിടെയും പോകാൻ പോകുന്നില്ല. കുക്കുറയെ എവിടെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരിവിടെ തന്നെ ഉണ്ടാവും, നോ ഡൗട്ട് അബൌട്ട്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹമുണ്ട് ഇവരെ വിടണം എന്നുണ്ടെങ്കിലും അവർക്ക് ആഗ്രഹമില്ല പോകുന്നുണ്ടെങ്കിൽ അവർ സുഖമായിട്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. നൗ പ്രോബബ്ലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, പേ കട്ടൊക്കെ എടുക്കാൻ. പക്ഷെ ദാറ്റ്സ് വാട്ട് ദ റിയാലിറ്റീസ്. നമ്മള് വലിയ കിടക്കുന്ന പാമ്പിനെ അടുത്ത് തൊളുത്ത് വെച്ചു, നമ്മൾ തന്നെ ഇനി അനുഭവിക്കണം. കഴിഞ്ഞ വർഷം മേടിച്ച പ്ലേയേഴ്സിനൊന്നും അങ്ങനെ ഈസിയായിട്ട് വിൽക്കാൻ പറ്റില്ല. ബട്ട് പ്ലേയേഴ്സ് ലൈക്ക് മേ ബി ലോഫ്റ്റസ് ചീക്ക്, മേ ബി ഇറ്റ്സ് ഹെവി ഹാർട്ട് ലോഫ്റ്റസ് ചീക്ക് ഫാൻ. This is not happening. Reece James just signed a 7-year contract, 8-year contract with us. If Barcelona have to buy Reece James from us, they have to go through our board and they have to pay at least 100 million. Rudiger the case wala alla. We at least have a good lengthy contract for him. So talking about the clear out, two things are really two aspects ഉണ്ട്. ഒന്നാമത് we must try to clear out players, fringe players, because fringe players are not good enough. Players like Loftus Cheek, players like Aubameyang again, he's frozen out of the squad, that's why. Pulisic, Ziyech, Aubameyang, Loftus Cheek, Conor Gallagher, Mason Mount. Now Mason Mountന്റെ സാലറിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു. astronomical സാലറി ഒന്നുമല്ല ലിവർപൂൾ കൊടുക്കാൻ പോകുന്നത്. ലിവർപൂൾ കൊടുക്കാൻ പോകുന്ന മാക്സിമം 250,000 ആണ്. 2,50,000 മാക്സിമം കൊടുക്കുന്നത്. ലിവർപൂൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 3,50,000 ലെവലിലാണ് ഞാൻ പറയുന്നത്. 2,50,000 കൊടുക്കുന്നുണ്ട്. മെയ്സൺ മൗണ്ടിന് വേണ്ടത് റെഗുലർ ഗെയിം ടൈം ആണ്. ദാറ്റ്സ് വാട്ട് ഹി വാണ്ട്സ്. ലിവർപൂളിൽ അത് കിട്ടും, ചെൽസിയിൽ അത് കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹായ് ഫഹീം, വെൽക്കം ഓൺ ബീയിങ് എ മെമ്പർ. സോ ദാറ്റ്സ് ദ റീസൺ. സോ സിമ്പിൾ ആസ് ദാറ്റ്. സോ മെയ്സൺ മൗണ്ട് വാണ്ട് കോൺട്രാക്ട്, കോണർ ഗാലഹർ പോകും, റൂബൻ ലെഫ്റ്റസിക്ക് പോകും. സോ ഒരുപാട് പ്ലെയർ ക്ലിയർ ഔട്ട് ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. And that, these are the players that you can sell. നമ്മളിപ്പോ പുളിസിച്ച് and Ziyech ഒക്കെ നോക്കിയാൽ yes, they are nearing to the end of the contract. ഒരു cut price dealന് other clubs can probably take advantage, and these are not players who are really bad. നമ്മുടെ ക്ലബിൽ വർക്ക് ആവുന്നില്ല. That is the biggest issue. Like any other club can probably make a hit out of these cheap signings. So അങ്ങനെ പോലത്തെ ഒരു ഡബിൾ എക്സ് സ്വാഡിൽ ഒരു പ്ലേയേഴ്സ് തന്നെയാണ് ഇത്. Like they can go to other clubs and do real. Ziyech, Pulisic, Conor, RLC, Callum Hudson-Odoi മറക്കണ്ട. ചാലബ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒബാമയാങ് മറക്കണ്ട. ഇവൻ ഇപ്പോഴും നമ്മുടെ പ്ലെയർ ആണ്. ലുക്കാക്കു, മെൻഡി, ഓർക്കെപ്പ, ഇവരേതെങ്കിലും ഒരാൾ പോകും. ഈത്തൻ അമ്പഡു ഇപ്പൊ ചിലപ്പോൾ പോകും. കോവിച്ചിന്റെ കാര്യം സംശയത്തിലാണ്. ഇയാൻ മാറ്റിസൺ, ബേൺലി ഈസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ആൻഡ് ആസ്പെലക്വെട്ട വിൽ എനിവേ ടിപ്പിക്കലി ഗോ ഓൺ ഫ്രീ. സോ ഇത്രയും പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. And the good thing here is also, like, at least നമ്മുടെ ഇപ്പോൾ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ half of these players I think are academy talents. So അങ്ങനെ വെച്ച് നോക്കുമ്പോൾ whatever money we get as sale from them, it will be a huge profit on our books, like a massive profit. So that is, financially അതൊരു സിറ്റുവേഷൻ. പക്ഷേ the problem here again is that every year I've been trying to sell these players, and at least മുമ്പത്തെ ഓണർഷിപ്പ് ചെയ്തൊരു problem which we are always overpricing these players and not willing to budge down. We'll have to see what is happening with the new ownership. Are we going to go for a cut price deal? ആൾക്കാർ ചുളുവിലേക്ക് മടിക്കാൻ നോക്കിയാൽ നമ്മൾ കൊടുക്കോ ഇല്ലയോ? Because we are in that situation right now where we need to cut off players, like even not, if not financially, at least for the sake of the squad. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. Like I think ആദ്യമായിട്ടാണ് in my lifetime, I think so, since I've been following Chelsea, that any club has to have players cut off from the UCL list, like regular first team.
സോ അങ്ങനെ പോലത്തെ ഒരു അവസ്ഥ ലൈക്ക് ജീവിതത്തിൽ ആദ്യമാണ്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ലൈക്ക് ഒരു എമർജൻസി ക്ലിയർ ഔട്ട് ആണ് ഇത്. ലൈക്ക് വി ഹാവ് ടു ഡു ദിസ്. ലൈക്ക് ദർ ഇസ് നോ അതർ ഓപ്ഷൻ. 5 രൂപയ്ക്ക് ആൾക്കാർ മേടിക്കാൻ വന്നാൽ സാലറി കട്ട് 30% റൂമർ എന്ന് പറഞ്ഞല്ല. സാലറി കട്ട് എന്ന് പറയുന്നത് പുതിയ കോൺട്രാക്റ്റിൽ അവർക്ക് വളരെ മെൻഷൻ ഉണ്ട്. നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി കുറയും എന്നുള്ളത് കോൺട്രാക്റ്റിലുണ്ട്. പക്ഷെ അത് ആ കോൺട്രാക്ട് എനിക്ക് തോന്നുന്നില്ല സ്റ്റേർലിംഗ് കുലിബാലി നമ്മൾ സമ്മറിൽ സൈൻ ചെയ്ത ആൾക്കാർക്കില്ല, ജാനുവരി മുതൽ. സോ ജാനുവരി സൈനിങ് ഹാവ് ബീൻ വെരി സ്മാർട്ട്. പക്ഷെ കുഴപ്പം അവർ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടുന്നില്ല. റൈറ്റ് വിംഗേഴ്സ് ഇസ് ഓൾറെഡി എ ടോപ്പ് പ്രയോറിറ്റി. ഓൾറെഡി ഉണ്ട്. വി ഹാവ് നോണി മാഡുവെക്കെ ആസ് ദേർ. We have people who can play there. Let's speak about Felix. Girish signs you permanently. Felix, 80 million. Not for 80 million. 80 million illa. ഒരു 40-50 million ആണെങ്കിലും I might consider it, because the problem is, നമ്മുടെ ഏറ്റവും വലിയ problem is, again, we are not able to score goals, and Felix does everything except scoring goals. എല്ലാം ചെയ്യും, കുറെ സ്കിൽസ് കാണിക്കും, കുറെ ക്രിയേറ്റിവിറ്റി കാണിക്കും, പക്ഷെ ഗോൾ സ്കോർ ചെയ്യില്ല. ആൻഡ് Felix will be a flop at Chelsea as long as we don't have a prolific striker. അതൊരു ഗ്യാരണ്ടി. ആൻഡ് ഓൾസോ factor in the point that നമുക്ക് ഒരു incoming Nkunku ഉണ്ട്, who's again a player who plays behind the striker. And Nkunku is someone who is I would say ഒരു stats നോക്കിയാൽ better finishing ability than Felix as well. So Felix മേടിക്കേണ്ട ഒരു obligation ഒന്നുമില്ല, and he has not set up this loan move and fire. Yes, കുറെ glimpses ഉണ്ട്, and all the glimpses have only been the tricks and the flicks he has done. അല്ലാണ്ട് end product ഒന്നുമില്ല. And I really like എനിക്ക് മതിയായി നമ്മുടെ ക്ലബ് when we are signing people who just do like tricks and flicks and like, you know, do all passes, fancy passes without having an end product. Players ഒരു സീസൺ കൂടെ ലോൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. I don't think that will be a challenge. Yeah, that's possible. അത് കുഴപ്പമില്ല. Maybe give him more chance, maybe give him a chance with a better player up front. അത് വെച്ച് നോക്കുകയാണെങ്കിൽ maybe he might become a hit. പക്ഷെ current evidence വെച്ചിട്ട് 80 million out of the question. No chance according to me. അല്ല, ചെക്കൻ കഴിഞ്ഞ കളി ആ റിയൽ മാഡ്രിഡിനെതിരെ വെച്ചിട്ട് ചില സമയത്ത് ആ ടേൺ കാണിക്കും. എന്റെ പൊന്ന്, അത് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വെറുതെ ഹസാർഡിന്റെ ഓർമ്മ വരും. എന്നിട്ട് പക്ഷെ പെനൽറ്റി ബോക്സിന്റെ അവിടെ വരെ എത്തിയിട്ട് പിന്നെ ഒരു ടാമി എബ്രഹാമിന്റെ ഒരു പെരുമാറ്റമാണ്. എങ്ങോട്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ് പറയണ പോലെ. And one more thing with Felix also is that he does not pass the ball well. Like ഞാൻ പറയുന്നത്, ഈ ഒരു മെഡ്രിഡ് ഗെയിം വെച്ച് നോക്കിയാൽ he could have just passed it to Havertz, that one ball. Havertz open ആയിട്ട് കിടക്കുമായിരുന്നു. Yes, maybe Havertz may or may not have scored. That is a different question. പക്ഷേ that is a clear weird thing is Havertz is a better passer. Felix ഒരു better dribbler. നമ്മുടെ ഗതികേട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരുത്തിനെ കിട്ടുന്നില്ല. ഒരു ഹസാർഡ് ഉണ്ടായിരുന്ന ആള് വിൽക്കും ചെയ്തു. Obviously we are forced to sell. പക്ഷെ അതുകൊണ്ട് നമുക്ക് കുറെ ഗുണമുണ്ടായി, ഇല്ലാന്നൊന്നും പറയാൻ പറ്റുന്നില്ല. സ്ട്രൈക്കർ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒബ്ലിഗേഷൻ ഇല്ല സക്രിയക്ക്. Anurag, we don't have any obligation. He can be going back. He's going back. Mason Mount and Havertz പോവാണെങ്കിൽ we need someone like Bellingham. Not really. നമ്മൾ 3-4-3 കളിക്കുകയാണെങ്കിൽ ആവശ്യം വരില്ല. Bellingham can be brilliant if you play a 4-3-3 or a 4-2-3-1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂഡ് ബെല്ലിംഗം will be brilliant. 3-4-3 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ആവശ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. I would rather prefer a proper DM. Proper DM, Girish, you have Casado, you have Lavia, you have Felix, you have Ugarte. ഒരുപാട് പ്ലേയേഴ്സ് വരുന്നുണ്ട്. Kone is there. And Kone, I like Kone-നെക്കാട്ടിലും I like better Lavia or I mean Rice is my first choice any day. Rice എല്ലാവരുടെയും first choice. With no Champions League, we'll have to see. With no Champions League, probably an outgoing Mount. അതൊരു വലിയൊരു ഫാക്ടറാണ്, ബിക്കോസ് മൗണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഡെക്ലൻ റൈസ്. സോ ദാറ്റ് കുഡ് ഓൾസോ ബി എ ഫാക്ടർ ഇഫ് ഹീസ് ഓൾസോ ഗോയിങ് ഔട്ട്. ദെൻ there's lesser incentive to join Chelsea. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ റൈസ് എനിക്ക് തോന്നുന്നില്ല we might get him, because every other club in England is looking for it, especially with West Ham or relegation chance ഉള്ള ഒരു West Ham. If they do end up going down, then എല്ലാവരും ചാടിക്കറാളുടെ. So that is a difficult thing. പക്ഷെ ഈ ഒരു മാർക്കറ്റിൽ ലൈക്ക് ഇറ്റ്സ് ബീൻ എ വെരി റെയർ തിങ് in a particular year കുറെ ടോപ്പ് ക്വാളിറ്റി എന്താണ് സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് അവൈലബിൾ ആണ്. യൂഷ്വലി നമ്മൾ നോക്കിയാൽ എല്ലാ മാർക്കറ്റിലും മേ ബി 1 or 2 or 3 there'll be top quality CDMs, and then everyone tries to sign them. ഇപ്രാവശ്യം കുറെ ഓപ്ഷൻസ് ഉണ്ട് എല്ലാവർക്കും. So probably the rates also might not be as astronomical except for Rice. So
ലാവി ആസ് യു സെഡ് വെരി ഗുഡ് ഓപ്ഷൻ. ഒരു എക്സ്ട്രീംലി യങ് ടാലന്റ് ആണ്. നമ്മുടെ ഒരു നമ്മുടെ സെറ്റപ്പ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് അവർ ട്രാൻസ്ഫർ സ്ട്രാറ്റജിയിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ലാവിയ. വെരി യങ്, റിയലി ടാലന്റഡ്, റിയലി ഗുഡ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്, വെരി ഗുഡ് പെർഫോമൻസസ്, ആൻഡ് നമുക്ക് വേണ്ട ഒരു പ്രൊഫൈലുമാണ്. സോ ദാറ്റ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ ആസ് യു സെഡ്. ആൻഡ് ഓൾസോ ഐ ലൈക്ക് ദിസ് കോനെ ഗൈ. ഒരു again a person who's really good in defense, at the same time has very good long shot ability. That's a profile player I really like to see in Chelsea. ഒരു long shot ഒരു ability ഉള്ള ഒരാള്, like in a game where everyone is struggling, this guy can provide that one goal out of nowhere. അതായിരിക്കണം my ideal CDM position. പക്ഷേ yes, let's see, I'm not a football expert in that sense. അപ്പോ അത് പറയാൻ പറ്റില്ല. But yeah, there are so many options actually. ഗാബി എനി ഐഡിയ? കുറെ റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നു, അത് നിന്നു, ഇപ്പൊ ഒന്നും നടക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് വിൽ ഹാവ് ടു വെയിറ്റ്. ഈസ് ഗാബി അനദർ മേസൺ മൗണ്ട്? ഗാബി പ്രൊഫൈലുള്ള ഒരു പ്ലെയർ, ഇഫ് വി പ്ലേ 3-4-2-1 അല്ലെങ്കിൽ ഒരു 3-4-3, വി ഡോണ്ട് നീഡ് എ ഗാബി സ്റ്റൈൽ ഓഫ് എ പ്ലെയർ. നമുക്ക് ആവശ്യമുള്ളത് വി ഓൾറെഡി ഹാവ് എൻസോന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ണറാണ് നമുക്ക് വേണ്ടത്. ഗാബി സ്റ്റൈൽ അല്ലെങ്കിൽ മേസൺ മൗണ്ട് സ്റ്റൈൽ ഓഫ് പ്ലെയർ വുഡിൻ ഫിറ്റ് ഇൻ ടു ദാറ്റ് ബിൽ. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഹാവേർട്സ്, ഗാബി, മൗണ്ട്, എൻകുക്കും എല്ലാവരും കൂടെ 1-2 പൊസിഷന് വേണ്ടി അടി ഉണ്ടാക്കും. അപ്പൊ അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളൊരു അഗൈൻ നോട്ട് ബിക്കോസ് ബ്രില്യൻ പ്ലെയർ, പക്ഷെ നമുക്ക് പറ്റിയൊരു ഫോർമേഷൻ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഗാബിനെ കൊണ്ടുവരുന്നതിൽ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അല്ലാണ്ട് പിന്നെ ഗാബിനെ വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയും എന്നുള്ളതേ ഉള്ളൂ. മേസൺ മൗണ്ട് ട്വിറ്ററിൽ നിന്ന് വിരമിച്ചു, ഞാൻ കണ്ടായിരുന്നു. ഹി വിഡ്രൂ ഫ്രം ട്വിറ്റർ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ ഇങ്ങനെ അബ്യൂസ് ചെയ്ത് പുള്ളിക്കാരൻ മതിയെന്ന് തോന്നുന്നു. വെറുതെ ഇങ്ങനെ തെറിയായിട്ട് എന്തിനാണ് വെറുതെ ഈ ചെൽസിക്ക് വേണ്ടി കളിക്കുന്നത് പുള്ളിക്കാരനെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇവിടെ ലുക്കാക്കുവിന്റെ കോൺവെർസേഷൻ തുടങ്ങിയിട്ടുണ്ട്. സ്ട്രൈക്കർ വാട്ട് വിൽ ഹാപ്പൻ ടു ലുക്കാക്കു? അതെ, ജിപ്സൺ നാഗൽസ്മാൻ 4-3-3 അല്ല, പുള്ളിക്കാരൻ 4-2-3-1 ബയണിൽ കളിച്ചിരിക്കുന്നത്. പക്ഷേ he likes the back 3 formation, 3-2-4-1. പുള്ളിക്കാരൻ ബയണിൽ 3 കളിച്ചിട്ടുണ്ട്, back 3 കളിച്ചിട്ടുണ്ട്. He has played a back 3 as well. So he's not a 4-3-3 guy. So yeah. നമ്മൾ മറന്നുപോയ പ്ലെയർ ഉണ്ട് കേട്ടോ, ഇൻകമിംഗ് പ്ലെയർ ഫോർ നെക്സ്റ്റ് സീസൺ, സാന്റോസ്. ആൻഡ്രേ സാന്റോസ് നമുക്ക് കണ്ടറിയണം കേട്ടോ. ആ വർക്ക് പെർമിറ്റ് കിട്ടുമല്ലോ. അല്ല കളിച്ചു വന്ന് കണ്ടറിയണം. We'll have to wait and watch. Definitely very young player. ആ ഒരു CDM മനസ്സിൽ very good backup for a player, I would say. Very good backup. So അങ്ങനെ പോലത്തെ ഒരു പ്ലെയർ, that's a very good എന്താണ് thing we forgot, a very good player we forgot about. അത് നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ടീമിൽ. ലൈക്ക് മേ ബി നോട്ട് on immediate basis, പക്ഷേ I think he will have his moments next season. And yeah, like that position, ഞാൻ പറഞ്ഞ കുറെ ഓപ്ഷൻസ് ഉണ്ട്. It is now about how well do we scout, how well the manager understands the current team setup and how much he wants that requirement, like who's the player who fits his requirement. അത് തന്നെയാണ് ജോമോൻ ഇപ്പൊ പറയുന്നത്. ആരെയാണ് വേണ്ടേ എന്നനുസരിച്ചിട്ട് വേണം നമ്മൾ മേടിക്കാൻ വേണ്ടിയായിട്ടുള്ളത്. Correct, definitely. And it should all be in coherence with the coach. Ipo Nagelsmann vannalo or Pochettino, even anyone, Pochettino, Nagelsmann, Enrique, anyone who comes in, they should have good conversations with the technical director of football, and they must come up with the right targets. നമ്മൾ ഇനിയിപ്പോ ചുമ്മാ പൊസിഷനിൽ കണ്ട ആൾക്കാരെ ചുമ്മാ മടിച്ചിട്ട് കാര്യമില്ല. So that's definitely a very important thing to note. ഒരു സെക്കൻഡ് മോനെ, മിഷേൽ ഹുസൈനെ, ഈ പറയുന്ന ഡയലോഗ് വേറെ ഏതെങ്കിലും ചാനലിൽ കൊണ്ടേ അടിക്കി, നമ്മളുടെ വേണ്ട കേട്ടോ. SK ബ്രോ, ടൂക്കൽ വന്നിട്ട് ബയണിൽ ചെൽസിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബയൺ ഓവർ ഹൈപ്ഡ് ആണോ? ഇതാണ് റിയാലിറ്റി. ഇതാണ് എല്ലാ കോച്ചുകൾക്കും അതിൻ്റെതായ ചാലഞ്ചസ് എവിടെ ചെന്നാലും ഫേസ് ചെയ്യും. അതിപ്പോ ടൂക്കിൽ ഫേസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് കോച്ചിങ് എബിലിറ്റി. സമയം എടുക്കും. ഇപ്പൊ നാഗൽസ്മാൻ വന്നാലും ചെൽസിയിൽ മലമറിക്കും എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്, പറ്റുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ നടക്കാണ്ട് വരാം, അതും യാഥാർത്ഥ്യം തന്നെയാണ്. And one more thing regarding Tuchel in Bayern, simple കാര്യമാണ്. Like as soon as Tuchel came to Bayern, I think second game was a Champions League knockout game. Okay, ഒരു Champions League game against Manchester City. It is not easy. എന്ത് പറഞ്ഞാലും, no matter who the coach is, coming mid-season and your second game in a knockout game, even other than third game being another cup knockout game, അങ്ങനെ ഡെഫിനറ്റ്ലി ജയിക്കും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ എനി കോച്ച് ടു ഈവൻ ട്രൈ ടു ഡു ദാറ്റ്. അത് ഒരു ലോട്ടറി പോലെയാണ്. അത് ജയിച്ചാൽ ജയിച്ചു, ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ പ്ലേയേഴ്സ് ഓൺ ദ നൈറ്റ്. പക്ഷെ
how do you expect a manager to implement his tactics, put his footprint on the team, and judge him based on 2 knockout games? That was his literally second and third game in the club, second and fourth game in the club rather. So I wouldn't say like because of these 2 losses Tuchel is overhyped. Tuchel has done great things not only for Chelsea, also for PSG. ഇതുവരെ ഫൈനലിൽ വരാത്ത PSG ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എത്തിച്ചത് Tuchel തന്നെയാണ്. So let's not judge Tuchel based on this particular current season. നമ്മൾ അടുത്ത താങ്ക്സ് അജു, ബിഗ് താങ്ക്സ് ബ്രോ, താങ്ക്സ് അജു തന്നെയായിരുന്നു ഇതിനു മുമ്പ് ഇതുപോലെ ഒരു കനഡിയൻ ഡോളർ സ്പോൺസർ ചെയ്ത് എനിക്ക് തോന്നുന്നു. ബട്ട് താങ്ക് യു സോ മച്ച്, റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. കണ്ടിന്യൂ. യെസ്, അപ്പോൾ അതന്നെ ഈ ഒരു കറന്റ് സീസൺ ഫോം വെച്ചിട്ട് Tuchel ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി വിൽ ബി ബാക്ക് വിത്ത് ദ ബാങ്ക്സ് നെക്സ്റ്റ് സീസൺ. നമുക്ക് അറിയുന്ന ഒരു ട്രേറ്റിൽ ഒരു മാനേജർ, ലൈക്ക് ഹി ഈസ് ലിറ്ററലി വൺ ഓഫ് ദ ടോപ്പ് കോച്ചസ് ഇൻ ദ വേൾഡ്. സോ ഡോണ്ട് ജഡ്ജ് ഹിം ബേസ്ഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ സീസൺ. രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഹരികൃഷ്ണയുടെ ഈ ഒരു പോയിന്റും മിഷേൽ ഹുസൈന്റെ മാന്യമായിട്ടുള്ള ഒരു ചോദ്യവും എൻ്റെ ഒരു പോയിന്റ് ആണ്. ഇഫ് ഇറ്റ് ഇസ് നാഗൽസ്മാൻ, ഐ ഡോണ്ട് വാണ്ട് ടോപ്പ് 4, ഐ വാണ്ട് ടോപ്പ് 3. ഐ ഡോണ്ട് വാണ്ട് ടോപ്പ് 4, ഐ ഡോണ്ട് വാണ്ട് ടോപ്പ് 3. അതിൽ കാരണമുണ്ട്. വി ആർ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ടോപ്പ് 4 ക്ലബ്ബ് കളിക്കുന്നതല്ല. വി ആർ എ ടൈറ്റിൽ ചാലഞ്ചിങ് ക്ലബ്. അതിനാണെങ്കിൽ വി ഷുഡ് ബി എ ടോപ്പ് 4. അതിൽ കിട്ടുന്നല്ല ഞാൻ പറയണത്. ഇനി ആരും കമന്റിൽ ഇടാൻ നിൽക്കണ്ട, പിന്നെ പെപ്പ് വെറുതിരിക്കുകയാണോ ക്ലോപ്പ് വെറുതിരിക്കുകയാണോ എന്ന് അങ്ങനെ കമന്റിൽ ഇടാം. ഞാൻ പറയുന്നത് വി ഷുഡ് ബി ചാലഞ്ചിങ് top 3, and gap between winners and us should be lesser. And അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗൽസ്മാൻ ക്യാൻ ഡു ഇറ്റ്. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. വി ഹാവ് ദ സ്ക്വാഡ്, വി ഹാവ് ദ ടാലന്റ്. ഡെഫിനറ്റ്ലി നാഗൽസ്മാൻ ക്യാൻ ഡു ഇറ്റ്. ആൻഡ് പോരാത്തതിന് നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു 8-10 മത്സരം അവിടെ നിന്ന് മാറിക്കിട്ടി. അവർ സ്ക്വാഡ് ഇസ് മോർ ഫ്രഷർ, മോർ യങ്ങർ. പുള്ളിക്കാരൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആണ് ഞാൻ പറയണത്. Now പറയാൻ പറ്റില്ല, അടുത്ത സീസൺ പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ 10ാം സ്ഥാനത്താവും. We don't know. Definitely, Sk പറഞ്ഞ point, like we are Chelsea, we are a team that should be aiming to win the Premier League every year. അത് ഒരു മാൻഡേറ്ററി മെന്റാലിറ്റി ആയിരിക്കണം for any manager comes in. No manager should come in saying that top 4 ആയിരിക്കും ഈ വർഷത്തെ എയിം. I cannot accept that as an answer. Yes, it might be a long process. അതൊരു എന്താണ് റിയാലിറ്റി ആയിരിക്കാം. പക്ഷെ we must always aim for the title. അത് കിട്ടുമോ ഇല്ലയോ, that we have to see how the team progresses. എങ്ങനെ കാണിക്കുന്നു. So Suhail Mohammed, is it realistic? Absolutely yes. Why? ഹോഫൻഹൈമിൽ 4 മാസം ഉള്ളപ്പോൾ എഡി ഹൗ ചെയ്തൊരു കാര്യമാണ് നമ്മുടെ നാഗൽസ്മാൻ ഹോഫൻഹൈമിൽ ചെയ്തത്. എഡി ഹൗ ചെയ്ത കാര്യം. ആൻഡ് ഹോഫൻഹൈം എന്ന് പറയുന്നത് കുറെ കൂടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമാണ്. പുള്ളിക്കാരനെ പിടിച്ചിട്ട് എടുത്തിട്ട് ടോപ്പ് 4 എത്തിപ്പിച്ചു. 2 സീസൺ കൺസിക്യൂട്ടീവിൽ എത്തിപ്പിച്ചിട്ടു. RB ലൈപ്സിഗിനെ ടോപ്പ് 2 ടീമാക്കി മാറ്റി. ബയണിന്റെ തൊട്ട് പുറകിൽ കഴിഞ്ഞ സീസണിൽ എത്തിച്ചു. സോ ആൻഡ് ബയണിനെ വേറൊരു എന്താ പറയുക, ലോബൻ ലെവൻഡോസ്കിനെ ഹി ജസ്റ്റ് അപ്ലിസ്റ്റഡ് ബയൺ ഒരു പൊടിക്ക്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ബയണല്ലേ അവർ റെഗുലർലി കപ്പടിക്കുന്നതല്ലേ എന്ന് പറയും. അങ്ങനെയല്ല, PSG പോച്ചറ്റിനോ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു മാനേജ് ബയൺ. നാഗൽസ്മാൻ അത് മാനേജ് ചെയ്തു. സോ ക്യാൻ ഹി ഡു ഇറ്റ്? ദി ആൻസർ ഇസ് യെസ്. വിൽ ഹി ഡു ഇറ്റ്? We don't know. Nagelsmann or Ten Hag, better opinion? No comments. I think both are brilliant managers. രണ്ടുപേർക്ക് അവരുടേതായ ശൈലിയുണ്ട്. No comments. And one more thing is there. ഞങ്ങളിപ്പോൾ പറയുന്ന expectation is definitely at the start of the season we should always target the title, but that does not mean that പുള്ളിക്കാരൻ ടൈറ്റിൽ എടുത്തില്ലെങ്കിൽ we will sack him. Like we should sack him. That is not what we are trying to say. നമ്മൾ പറയുന്ന എപ്പോഴും we should always aim to win that title. And if everything works well, it is a possibility because നമുക്ക് സ്ക്വാഡ് ഉണ്ട്. Nagelsmann is not a bad manager, very good manager. ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ ഫൈനൽ ഡിഷ് ഉണ്ടാവോ ഇല്ലയോ കണ്ടറിയാം. how far we reach ahead, and definitely only if we aim for the title are we even going to come close to even matching City and Liverpool in any aspect. ആദ്യം ടോപ്പ് 4 സെറ്റിൽ ചെയ്താൽ we will always struggle to reach top 4. That's a given. But if we aim for the title, at least we will have ഒരു ബെസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഇൻസെന്റീവ് ഉണ്ടാവും. ലൈക്ക് വി ഷുഡ് ഓൾവേസ് ട്രൈ ടു ബി അറ്റ് അവർ ബെസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ യാ, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടന്റ് വി ടാർഗറ്റ് ഫോർ ദ ടൈറ്റിൽ നെക്സ്റ്റ് സീസൺ. കിട്ടിയാൽ ഓക്കെ ഗ്രേറ്റ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. ബട്ട് ഡെഫിനറ്റ്ലി ദ എയിം ഷുഡ് ബി ദർ. Suhail, the answer is yes. It's a different league. എനിക്ക് ഒരൊറ്റ പോയിന്റ് പറയാനുള്ളൂ. ക്ലോപ്പ് ആൻഡ് പെപ്പ് അവർ രണ്ടുപേരും വന്നിട്ട് സുഖമായിട്ട് പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ചെയ്തു. സോ ഇറ്റ് പ്യൂർലി ഡിപ്പെൻഡ്സ്. നമുക്ക് പറയാൻ പറ്റില്ല. വി ഡോണ്ട് നോ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. അബ്സല്യൂട്ട്ലി. സോ വി ഡോണ്ട് നോ ദാറ്റ് വെൽ. ഹൗ ലോങ് ചെൽസി ടു വിൻ ദ പ്രീമിയർ ലീഗ് ടൈറ്റിൽ?
next 2 years for sure or 3 years maximum. കാരണം പെപ്പ് വിരമിക്കുന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇരിക്കുന്നു. Which means I have huge respect for Pep. But yeah, we'll have to wait and watch. I mean, what Pep is doing for City is incredible. ആദ്യം ഒരു പുച്ഛത്തിൽ നിന്ന് വെറുപ്പിൽ നിന്ന് ഒരു ആരാധന, അതാണ് ഇപ്പൊ പെപ്പ് ഗാർഡിയോളയോട് തോന്നുന്നത്. കാരണം man, this guy is something else. And ഈ ഒരു സീസണിൽ UCL അടിച്ചു കഴിഞ്ഞാൽ something really really special. കൗണ്ടർ ആവട്ടെ, ഇപ്പൊ നമ്മള് എനിക്കറിയില്ല കേട്ടോ, ഒരു പറയാനില്ല. അക്ഷയ് പറയുന്ന പോയിന്റ് ശരിയാണ്. പക്ഷെ നമ്മൾ ബുണ്ടസ് ലീഗിനെ എന്തോ വളരെ പുച്ഛിച്ച് കാണരുത്. അത്രത്തോളം പുച്ഛിച്ച് കാണേണ്ട ഒരു ലീഗൊന്നും അല്ല. അവര് നല്ലോണം ടാക്ടിക്കലിയും ടെക്നിക്കലി ഫ്ലെക്സിബിൾ ആയ ഒരു ടീം തന്നെയാണ്, ഒന്നും പറയാനില്ല. ആൻഡ് പുള്ളിക്കാരന്റെ ഡിഫൻസീവ് സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഡിഫൻസീവ് ഫസ്റ്റ് സീസണിൽ തന്നെ കൗണ്ടർ ആയ ഏത് പെപ്പാർട്ടിയ കപ്പ് ഹൗ വിൽ ദി കോമ്പീറ്റ്. ആർട്ടറ്റനെ കുറിച്ച് നമ്മളിപ്പോ പേര് പറയാനുള്ള ഒരു കാരണം ഈ സീസൺ കൊണ്ടാണ്. കഴിഞ്ഞ സീസണിൽ ആരെങ്കിലും പ്രൊഡിക്ട് ചെയ്തു ആർട്ടറ്റയെ കുറിച്ച്? ആരും പ്രൊഡിക്ട് ചെയ്തിട്ടില്ല. നോബഡി പ്രൊഡിക്റ്റഡ്. ഒരാളും പ്രൊഡിക്ട് ചെയ്തിട്ടില്ല ആർട്ടറ്റയെ കുറിച്ച്. ആർട്ടറ്റ ഈ സീസണിലെ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആണ്. പ്രൊഡിക്ട് ചെയ്തത് മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, യുണൈറ്റഡ് ആൻഡ് ലിവർപൂൾ. അതിൽ ചെൽസി ലിവർപൂൾ ഇപ്പൊ ടോപ്പ് 4 ഇല്ല. ആർട്ടറ്റയെ കുറിച്ച് ആരും പ്രൊമോട്ട് ചെയ്തിട്ടും കൂടിയില്ല. സോ വി വിൽ നെവർ നോ വാട്ട് വിൽ ഹാപ്പൻ. സോ ആർട്ടറ്റ ഈവൻ എഡി ഹൗ ആരും ഇങ്ങനെ പോലത്തെ ഒരു സ്റ്റാറ്റസ് എത്തി. ന്യൂകാസിൽ ഒരു although they had the takeover, they haven't flaunted their money in any way. Yes. Nothing yet. Smart signings. നമ്മുടെ റൈറ്റ് ബാക്ക് ബ്രൂണോ ഹിമാരസ്, ട്രിപ്പിയർ, ഗുമാരസ്, ഐസക് for that matter, really good signing. എല്ലാം very very smart signings, and at the same time it's great for a manager like Eddie Howe, because if you put superstars in a team where Eddie Howe is managing, he may probably not do well. Yes, exactly that. Eddie Howe is not a superstar manager team. പുള്ളിക്കാരൻ ഒരു ടീമിനെ വേണമെങ്കിൽ സൂപ്പർ സ്റ്റാർ ലെവലിൽ എത്തിക്കാം. പക്ഷേ he is not a superstar managing team എന്ന് വേണമെങ്കിൽ പറയാം. So for example, something like this, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജറായിട്ട് വന്നത് റാൽഫ് റാഗ്നിക്. I mean, he came into a club with a big ego. പക്ഷെ പുള്ളിക്കാരൻ ഒരു ക്ലബിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്നു. സോ there was that clash of personality. അല്ലാണ്ട് റാൽഫ് റാഗ്നിക് ഒരു മോശം കോച്ച് ആയതുകൊണ്ടോ ഒന്നുമല്ല, ആ ക്ലാഷ് ഓഫ് പേഴ്സണാലിറ്റി. സോ വി നീഡ് സംബഡി ഹു ക്യാൻ മാനേജ് ദ കറന്റ് സ്ക്വാഡ്. ആൻഡ് അജ്മൽ പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. നാഗൽസ്മാൻ വന്നു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. Like we have your Madueke, we have Mudrik, who are raw talents. Correct talent ഉണ്ട്, but they're not shaped well or not finished into a final product. അങ്ങനെ എൻകുങ്കുവിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരു മാനേജറാണ് നാഗൽസ്മാൻ. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ മച്ചാന്റെ അടുത്ത് സെറ്റപ്പ് ചെയ്ത് അങ്ങോട്ട് വെച്ചോളും, യാതൊരു സംശയമില്ല. Definitely. വൈസ് ടെറിയൻ ലെസ്റ്റർ സിറ്റി, പുള്ളിക്കാരൻ കോച്ചിങ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പുള്ളിക്കാരൻ പോയി, അത്രേ ഉള്ളൂ. കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. Why did Jose Mourinho coach? And he's doing it in a very programmatic, ഒരു systematic way. Aston Villa assistant coach ആയിരുന്നു. വേറെ ഒരു ക്ലബ്, what I think is Aston Villa assistant coach ആയിരുന്നു. He was trying to build up his reputation as an assistant coach, learn a lot of things, and then maybe people Leicester City chance കിട്ടി, trying to learn how to manage a club at that level. എന്നിട്ട് probably he might step up. ഒരു 3-4 വർഷം കഴിഞ്ഞ് we might see Terry managing a Premier League club or even a Championship club. So ആ ഒരു ലെവലിൽ മെല്ലെ പ്രോഗ്രസ് ചെയ്താൽ I think Terry is a very very good എന്താണ് option. നമുക്കല്ല, in general I could see in future as a very good manager, because he's doing it the slow and steady way. Who will be അത് നമുക്ക് കണ്ടറിയാം. R9 ചോദ്യം, ഹാൻസി ഫ്ലിക്ക്. അല്ല, ഫസ്റ്റ് നമ്പർ 9 പറ്റി പറയുമ്പോൾ Chelsea should not give number 9 t-shirt to anyone. അതൊരു കാര്യം. So nobody should be a number 9 in Chelsea. Who is the best number 9? All rounder I would say Benzema, Harry Kane, Robert Lewandowski. ഇവർ മൂന്നുപേരാണ് എൻ്റെ ടോപ്പ് 3. In terms of ruthless clinical finishing, I think Haaland has to be there on the top list. Osimhen is also there in the top list. So അങ്ങനെ പലതുണ്ട്. നമുക്ക് ആര് വന്നാലും നമ്മൾ ഹാപ്പിയാണ്. വന്നാലും നമ്മൾ ഹാപ്പിയാണ്. ഒരു സെക്കൻഡ് ഈ മെസ്സിനെ പിടിച്ച് ബ്ലോക്ക് ചെയ്യട്ടെ, വെറുതെ സ്പാം ചെയ്തോണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം നമ്മൾ പറയുന്ന ഓസിമെനെ പറ്റി പറയുമ്പോൾ, again
I always, whenever the name Osimhen comes up, the one person that comes in my head is Aurelio De Laurentiis. അയാളെ വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സോ ഇഫ് ഹി സേസ് amount, we have to pay that amount. There is no option otherwise. അപ്പോ again, I don't think that's one of the reasons why I don't think we'll get Osimhen, because അയാൾ പറയുന്ന പോലെ നമ്മൾ എന്തായാലും കൊടുക്കില്ല, unless we don't know if we are that desperate for it. But yeah, that's the thing. And the other talents you spoke about, Benzema, Kane, and Just a second. Classic Bayern, I strongly disagree to the statement. 100% disagree to the statement. Luck ആയിരുന്നില്ല. We were statistically and we were visibly a much stronger team. അതങ്ങോട്ട് ഒത്തുവന്നത് ഒരു ഭാഗ്യമാണ്. Mendy was top. Rudiger, Silva, Azpilicueta, Christian were doing really brilliant. Jorginho, Kante was amazing. Kante വേറൊരു ലെവൽ പ്ലെയർ ആയിരുന്നു. And Kante Tuchel brilliantly use ചെയ്തു എന്നുള്ളത് വളരെ ശരിയാണ്. So it wasn't luck. It was I mean, ആ ബിരിയാണി അങ്ങോട്ട് അടിപൊളിയായിട്ട് വെന്തു, സൂപ്പറായിട്ട് വെന്തു. അതുപോലെ ഒരു ബിരിയാണി വേവിക്കാൻ പിന്നെ പറ്റിയിട്ടുമില്ല. അതാണ് സംഭവം. അത് നടന്നു. ഇറ്റ് വാസ് നോട്ട് എ ലക്ക്, ഇറ്റ് വാസ് നെവർ എ ലക്ക്. അത് ആ ഒത്തുചേർന്ന് വന്ന ഒരു സിറ്റുവേഷൻ വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. സോ ഇറ്റ് വാസ് നെവർ എ ലക്ക്. ലക്ക് എന്ന് പറയുന്നത് കുറേ കൂടെ ശരിക്കും പറഞ്ഞാൽ 2012 ചാമ്പ്യൻസ് ലീഗാണ്. ബസ്സും ട്രെയിനും ലോറിയും ഒക്കെ പാർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മള് മാനേജറിന്റെ താഴെയും ലൈക്ക് അതെ. അപ്പൊ അതൊക്കെയാണ് കുറെ കൂടെ ലക്ക്. പക്ഷെ ടൂക്കലിന്റെ അണ്ടറിലുള്ള ഒരു വിജയം ഒട്ടും തന്നെ ലക്കായിരുന്നല്ല. നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് തന്നെയാണ് കളിപ്പിച്ചത്. ആൻഡ് പെപ്പ് അന്ന് CDM ഇല്ലാണ്ട് കളിപ്പിച്ചു, അത് വേറൊരു കാര്യം. സോ ഡെഫിനറ്റ്ലി യെസ്. റൂഡിഗർസ് ബ്ലോക്ക് അടിപൊളിയായിരുന്നു. മഹാരസ ലാസ്റ്റ് മിനിറ്റ് ഷോട്ട് മിസ് ചെയ്തു. മെൻഡി വാസ് എ വേൾഡ്ലി ഗോൾ കീപ്പർ. ആൻഡ് കാണ്ടെ, മൈ ഗോഡ്, ഹി വാസ് അനദർ ലെവൽ, ഒന്നും പറയാനില്ല. സോ യെസ്. ഓൾറൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ. ലെറ്റ്സ് ടോക്ക് ചെൽസി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. 11 മണിയാവാറായി. ഗിരീഷ്, താങ്ക്സ് ഫോർ ജോയിനിങ്. ഇന്നൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് ഡിസൈഡ് ചെയ്തൊരു സ്ട്രീമാണ്. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ എൻ്റെ കണ്ടീഷൻ 4 കാലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്ട്രീം ചെയ്യില്ല. 4 കാലിലല്ല 2 കാലിലാണ് കയറി വരണമെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ 10 മണിക്ക് വീണ്ടും ഒരു സ്ട്രീം വെക്കാം. ചിലപ്പോഴുണ്ടാവുള്ളൂ, കാരണം മറ്റന്നാൾ രാവിലെ വീണ്ടും തിരിച്ച് ബാക്ക് ടു ബാംഗ്ലൂർ. സോ 2 days in Delhi. Anyway, thank you so much guys. ആര് വന്നാലും ചെൽസി നന്നാവട്ടെ, അത്ര പറയാനുള്ളൂ. പ്രിഫറബിളി നാഗൽസ്മാൻ ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ. സനൂബ് അതൊക്കെ ഓവർ എക്സാജറേറ്റഡ് ആണ്. നാഗൽസ്മാൻ വന്ന ടീമിനെ ജയിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓണറും ഒരാളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കച്ചവടം ഉണ്ടോ? ഒരാൾക്കും പ്രശ്നമില്ല. കച്ചവടം ഇല്ലേ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ജയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്കും പ്രശ്നമില്ല. പെപ്പ് ഗോർഡിയോളനെ ഇപ്പോൾ ആരും ഒന്നും ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാ? സിമ്പിൾ, ഹി ഈസ് വിന്നിങ് ഗെയിംസ്. അത് പെപ്പ് ഗോർഡിയോള തന്നെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. സോ ദർ ഇസ് ഡെഫിനറ്റ്ലി നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സോ ഇഫ് നാഗൽസ്മാൻ കംസ് ആൻഡ് സ്റ്റാർട്സ് വിന്നിങ് ദ ഗെയിം, ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. ഓൾറൈറ്റ്, ഗ്രേറ്റ്. താങ്ക്സ് ഗിരീഷ്, താങ്ക് യു സോ മച്ച്. Thanks guys, thank you for all joining. Have a good night, take care. And super chat ചെയ്തൊരു വ്യക്തിക്ക് thank you so much, take care, bye bye. Thank you guys, bye bye.